നമ്മൾ കണ്ടതാണ് നഗരവാസികളുടെ ബുദ്ധിമുട്ടുകൾ. ഇതിൽ ഈ നഗരത്തിൽ നിന്ന് അല്പം മാറുമ്പോൾ ബുദ്ധിമുട്ടുകൾ പലതരത്തിലുണ്ടാകും. മുമ്പ് ഏറ്റവും ശ്രദ്ധേയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരിടമാണ് ആനയറ മേഖലയിലെ പ്രതിസന്ധികൾ. അവിടെ റോഡിന്റെ ഒരു സൈഡിലൂടെ വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനു വേണ്ടി കുഴിയെടുക്കുകയും വലിയ പൈപ്പ് കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. മറുവശത്ത് സംഭവിച്ചതാവട്ടെ, ഇപ്പോൾ സിറ്റി ഗ്യാസ് പദ്ധതിക്ക് വേണ്ടിയും അവിടെ റോഡ് കുഴിയെടുക്കുകയും അവിടെയും സമാനമായ സാഹചര്യമുണ്ടായി. അതായത് ചുരുക്കത്തിൽ ഈ ആനയിറ റോഡിലൂടെ ആളുകൾക്കൊന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പോലും കഴിയില്ലാത്ത അത്ര ദുരവസ്ഥയിലേക്ക് ഈ കാഴ്ചകൾ മാറിയിട്ട് മാസങ്ങളായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. രേണുക എം ജി അവിടെയാണ് താമസിക്കുന്നത്. രേണുക ഓഫീസിലെത്താൻ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ആ കാഴ്ച ഒന്ന് കാണും. ഓക്കേടാ, ശരി അമ്മ പോയിട്ട് വരാവേ. ബൈ ബൈ. ഓക്കെ. ഹിരൺ എത്തിയോ? ഒരു ദിവസം ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി കൃത്യസമയത്ത് 5 ടൈമിന് മുമ്പ് ഓഫീസിൽ എത്തുക എന്നതാണ്. ഇന്നിപ്പോൾ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും 15 മിനിറ്റ് മുന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് റോഡിൻ്റെ അവസ്ഥയെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ എനിക്കിവിടെ നിന്ന് ഓഫീസിലേക്ക് എത്താനുള്ളൂ. പക്ഷേ പലപ്പോഴും ഈ റോഡിലെ പണികളും പ്രശ്നങ്ങളും കാരണമാണ് നമ്മുടെ യാത്ര വൈകുന്നത്. നമുക്ക് 5 പഞ്ച് വരെയൊക്കെ ഓഫീസിൽ ഇളവ് നൽകും. പക്ഷേ ഇവിടുത്തെ പണികൾ കാരണം ചിലപ്പോൾ അതിനപ്പുറത്തേക്കും പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ട്രെയിലറുകളൊക്കെ റോഡിൽ വരികയും അത് ക്രോസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വേറെയാണ്. ഇവിടെ ഇപ്പോൾ 2 തരത്തിലുള്ള പണികളാണ് നടക്കുന്നത്. ഒന്ന് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ പണി നമുക്കറിയാം. ആനയറയിൽ നടക്കുന്ന പണിയുടെ ബുദ്ധിമുട്ടുകൾ മാസങ്ങളോളം ജനങ്ങൾ അനുഭവിച്ചതാണ്. വലിയ പൈപ്പുകൾ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത തരത്തിൽ ആ പൈപ്പുകൾ ഇടുകയും ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഡ്രെയിനേജ് സംവിധാനം വളരെ അത്യാവശ്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ സഹിച്ചു. പക്ഷേ ഒരുപാട് നാളായിട്ടും പണി തുടങ്ങാതായപ്പോഴാണ് അത് വലിയ വാർത്തകളും പ്രശ്നങ്ങളും ഒക്കെ ആയത്. നമ്മളിപ്പോൾ കണ്ടോ, ഈ റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. അത് CNGയുമായി ബന്ധപ്പെട്ടുള്ള പണികളാണ്. CNG പൈപ്പ് ലൈൻ വരുന്നതിൻ്റെയാണ്. അത് കുഴിയെടുത്ത് അവിടെ അങ്ങനെ കിടന്ന് മഴ പെയ്ത് കിടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ കുറേ സമയമെടുക്കുമെന്നാണ് അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ലൈൻ ഇവിടെ എത്തി ഈ റോഡിൽ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്നതാണ് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി, ഏറ്റവും പെട്ടെന്ന് ഓഫീസിൽ എത്താൻ പറ്റുന്ന വഴി. പക്ഷെ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുവഴി വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെയാണ് വലിയ പൈപ്പുകൾ കൊണ്ടിട്ട് മാസങ്ങളോളം പണി മുടക്കിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വീടുകളിലെ ആളുകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം. ഹിരൺ, അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥയെ നമുക്ക് നേരിട്ട് തന്നെ നോക്കാം. കഴിഞ്ഞ തവണ വലിയ പൈപ്പുകൾ കൊണ്ട് ഈ വീടുകളൊക്കെ അവർക്ക് വാഹനങ്ങളൊന്നും പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് കഴിഞ്ഞ തവണ പൈപ്പുകൾ ഇട്ടിരുന്നത്. ഇവിടെ പണിയുടെ ഭാഗമായിട്ട് തന്നെ വെള്ളക്കെട്ടുകളാണ്. ഇവിടെ ഇപ്പോൾ വണ്ടി ഇതിലേ കൂടെ പോകാത്തത് കൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇവിടെയൊക്കെ വെള്ളക്കെട്ടുകളാണ്. കഴിഞ്ഞ തവണയൊക്കെ ഈ വീടുകളുടെ വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സൈഡ് കേന്ദ്രീകരിച്ചായിരുന്നു വലിയ പൈപ്പുകൾ ഇട്ടിരുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങളോളം ആ പൈപ്പുകൾ അവിടെ കടന്നു. ആളുകൾക്ക് വാഹനങ്ങൾ പുറത്തെടുക്കാൻ പറ്റാതൊക്കെ വലിയ വാർത്തയായതിനു ശേഷമാണ് ആ സംവിധാനം പിന്നീട് കമ്പനിയുമായിട്ടുള്ള പ്രശ്നം കോടതി കയറി വലിയ പൈപ്പുകൾ നീക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളുടെ പ്രശ്നമൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അത് കോടതി നടപടികളിലൊക്കെയായി പിന്നെ ആ കമ്പനിയെ മാറ്റി പുതിയ ആളുകളെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര വേഗമെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കിവിടെ ആളുകളോടുകൂടി കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, എങ്ങനെയൊക്കെയുണ്ട് കച്ചവടമൊക്കെ? ആൾക്കാർ ആരെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ടോ? വർഷം കൊണ്ട് നമ്മൾ നരകിക്കുന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഈ മഴയിൽ കൂടെ ഞാൻ ഈ വെള്ളപ്പൊക്കം അത്രയും വെള്ളം കോരി മാറ്റുകയാണ് ചെയ്തത്. ഒരു നിവർത്തിയില്ല, പട്ടിണിയാണ്. എന്ത് നല്ല കച്ചവടം നടക്കുന്ന കടയാണെന്നറിയാം. വാട്ടർ അതോറിറ്റിക്കാരുടെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കാരണം അവർ ഇത് കൃത്യമായിട്ട് ഇത് ചെയ്ത് തീർക്കുന്നില്ല. ഒരു കരാറുകാർക്ക് കൊടുക്കും, അവർക്ക് ഇത്ര ദിവസം കൊടുക്കും, അവരെ മാറ്റി വേറൊരു കരാറിന് കൊടുക്കും.
ഇതിവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പണി തന്നെ ഇത് ഇപ്പം 2 മാസമായിട്ടുണ്ട്. നമ്മൾ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാതെ നമ്മൾ വഴക്ക് പറഞ്ഞപ്പോൾ അവിടെ വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങളെ പേരിന് പെറ്റീഷൻ കൊടുക്കുമെന്ന്. എൻ്റെ പേരിന് പെറ്റീഷൻ കൊടുക്കും, അവരെ നമ്മൾ വഴക്ക് പറയണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പട്ടിണിയാകുമ്പോൾ നമ്മൾ പറഞ്ഞു പോകൂലേ, അവർക്ക് അവരുടെ ശമ്പള വരുമാനമുണ്ട്, നമുക്കങ്ങനെ ഇല്ല. നമ്മൾ ഇതിന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിപ്പോ ഒരു പുതിയ കരാറുകാരന് കൊടുത്തതിനും പണി എഴുകയാണ്. അതും ഇഴഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന സാധാരണ ഈ കട വെള്ളം കൂടി മുട്ടി നിൽക്കുന്നൊരു കടയാണ്. അവിടെ വരുന്ന ജോലിക്കാരെയും കൂടെ വിളിച്ച് വേറെ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് പോലും അത്ര പോലും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ വരുന്ന ഉദ്യോഗസ്ഥരും ഇപ്പം നിൽക്കുന്ന ജോലിക്കാർ. ഏതാണ്ട് 2 മാസം, അത് കറക്റ്റ് സമയമാണ്. ഞാൻ 2 മാസമായിട്ട് വഴിമാറിയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കരാറുകാരെ ഏൽപ്പിച്ചിട്ടും വളരെ എഴിഞ്ഞാണ് പണി പോകുന്നതെന്നാണ് അറിയുന്നത്. മഴ കൂടി വന്നതോടെ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. ആൾക്കാർക്ക് വഴി നടന്നു പോകാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. സ്ത്രീകളും കുട്ടികളൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടിലാണ്. കാല് ചെറിയ വലിയ കുഴിക്കകത്ത് വീഴുന്നു. ഇത് വാട്ടർ അതോറിറ്റിക്കാർ അഴിമതി തന്നെയാണ്, സാമ്പത്തിക അഴിമതിയാണ്. ഒരു കൊല്ലം കൊണ്ട് ഇങ്ങനെ പണി ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും, പണി ചെയ്യും, കട്ട് ചെയ്ത് മാറ്റും. രാത്രി വന്ന് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ 2 മാസം കൂടെ വെറുതെ ഇട്ടേക്കും. ആൾക്കാർ ബുദ്ധിമുട്ടിയാണ്, സാമ്പത്തിക അഴിമതി തന്നെയാണ്. ഈ ഡ്രെയിനേജ് സംവിധാനം വരുന്നത് നിങ്ങൾക്ക് എല്ലാം ഒരേപോലെ ഉപകാരപ്പെടുന്ന കാര്യം അല്ല, വരണത് നല്ലതാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു 3-4 മാസം കൊണ്ട് വർക്ക് തീർക്കാം. ഇതിപ്പോ 1 വർഷത്തിൽ കൂടുതലായി. 1.5 വർഷം വന്ന വീടുകള് ബ്ലോക്ക് ആക്കി ഒരു വർഷം അന്നൊക്കെ ന്യൂസിൽ വന്നതാണല്ലോ. ഇവിടെ ഒരു 2 മാസം വരെ വീട്ടുകാർക്ക് വാഹനം വിളിയിറക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഇവര് സാമ്പത്തിക അഴിമതി തന്നെയാണ്. ഇത് ഞങ്ങൾ അറിഞ്ഞത് പാർട്ടി ബില്ലാണ്. എന്നുവെച്ചാൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം വർക്ക് ചെയ്യുമ്പോൾ പാർട്ടി ബില്ല് മാറുകയാണ്. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ കളിയാണ്. ഇത് മൊത്തം ലക്ഷക്കണക്കിന് രൂപ അഴിമതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ കച്ചവടം മുടങ്ങി ഈ വെള്ളക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. നമുക്കറിയാം ഇവിടെ തൊട്ടടുത്താണ് ലോർഡ്സ് ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ നിരവധി വാഹനങ്ങൾ, ആംബുലൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അവിടെയാണ് ഈ 1.5 വർഷമെന്ന് ഇവർ പറയുന്ന കാലാവധി. ആ സമയം മുതൽ ഓരോ തരത്തിലുള്ള പണികൾ നടക്കുന്നു. ആ പണി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ ഈ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിന് അത് കാരണമാക്കുന്നു എന്നതാണ്. ഇവിടെ നമുക്കറിയാം ഒരു വലിയ ടർഫുണ്ട്. ഈ ടർഫിൽ ഒരുപാട് പേര് വരികയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ടർഫാണ്. പക്ഷേ ഈ പണികൾ കാരണം കൃത്യമായി വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടാത്തത് കാരണം ആ ടർഫ് ഇപ്പോൾ ഏതാണ്ട് കാട് പിടിക്കുന്ന സാഹചര്യമാണ്. ആളുകൾക്കൊന്നും കൃത്യമായി വരാനോ അവിടെ സമയം ചെലവഴിക്കാനോ പോലും പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യമാണ്. ഇവിടെയൊക്കെ നീണ്ട നിരയായിരിക്കും വാഹനങ്ങളുടെ. അപ്പോൾ അവിടെ ആളുകൾ വൈകുന്നേര സമയങ്ങൾ ചെറുപ്പക്കാരൊക്കെ കൃത്യമായി അവിടെ എത്തുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. എന്താണ് ഇവിടെ നടക്കുന്ന പണി എന്നുള്ളത് നമുക്ക് വിശദമായി കാണാം. ആ കോമ്പൗണ്ടിൽ നിരത്തിയിട്ടിരിക്കുന്ന പൈപ്പുകൾ കണ്ടല്ലോ, ഈ പൈപ്പുകളാണ് ഇതിനു മുൻപ് ഈ വീടുകൾക്ക് മുന്നിൽ ഈ റോഡിൽ നിരത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് വലിയ വാർത്തകൾ സൃഷ്ടിച്ചത്. അങ്ങനെ വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇതപ്പോൾ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് മാറ്റിയിടാനുള്ള മര്യാദയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് ഈ വലിയ പൈപ്പുകളാണ് വീടുകളുടെ എൻട്രൻസ് പോലും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. മാസങ്ങളോളം വലിയ ബുദ്ധിമുട്ട്, അത് വലിയ വാർത്തയായിരുന്നു. എന്തായാലും നമുക്ക് ആ പണി കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഇടത്തേക്ക് പോയാൽ റോഡിൽ വലിയ രീതിയിലുള്ള കുഴികളാണ്. കാൽനട യാത്രക്കാർക്ക് പോലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള കുഴിയാണ്. പക്ഷേ ഇന്ന് പണി പോലും നടക്കുന്നില്ല. ഈ വേനൽ മഴ ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്. ആ വേനൽ മഴ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. പക്ഷേ ആ മഴയ്ക്ക് മുമ്പ് പോലും ഈ പണി കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ മഴ തുടങ്ങുന്നതിന് ഏതാണ്ട് 2-3 ആഴ്ച മുമ്പാണ് കൃത്യമായി ഇവിടെ പണി ആരംഭിച്ചത് തന്നെ. ഇന്നിപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല, അവിടെ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തി ഈ പണി ചെയ്യുന്നില്ല എന്നത് മാത്രമാണ് ഈ നാട്ടുകാരുടെ പരാതി. അല്ലാണ്ട് വികസനം, ഡ്രെയിനേജ് സംവിധാനം നല്ലതുപോലെ ഉണ്ടാകണമെന്നൊക്കെയുള്ളത് ഈ നാട്ടുകാരുടെ കൂടി ആവശ്യമാണ്. അവരതിനൊന്നും എതിര് നിൽക്കുന്ന ആളുകളല്ല. പക്ഷേ വളരെ പെട്ടെന്ന് സമയബന്ധിതമായ കാര്യങ്ങൾ നടക്കണം. നമ്മുടെ ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് പകരം യാത്രാ സംവിധാനം ഒരുക്കണം എന്നതൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മൾ നേരെ കാണുന്നത് ബൈപ്പാസാണ്. ആ ബൈപ്പാസ് ക്രോസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് പണി നടക്കുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വഴിയിൽ കൂടി കറങ്ങിച്ചെന്നാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റും. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ, നിരവധി പേർ ഈ റോഡ് കടന്ന് പേട്ട ആനേറ റോഡിലെത്താൻ കഴിയും. അപ്പോൾ അതിനൊക്കെയുള്ള ഷോർട്ട് കട്ടായ ആളുകൾ
ഉപയോഗിക്കുന്ന വഴിയാണ്. ഈ ബൈപ്പാസിലൂടെ ദീർഘദൂരത്തിലുള്ള വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഇടമായതുകൊണ്ട് തന്നെ അടുത്തുള്ളവരൊക്കെ യാത്രയ്ക്ക് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ പണി നടക്കുന്നത്. പക്ഷേ ആ പണി ഇന്നൊരു പണി നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ വേഗം എത്ര ആണ് എന്നതറിയാമല്ലോ. ഒരു നേരം പോലും പാഴാക്കാതെ പണി നടക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ഇന്ന് ഒരു പണിയും ഇവിടെ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഴയുണ്ട്, മഴയ്ക്ക് മുമ്പ് തന്നെ തീർക്കാമായിരുന്ന പണി എന്തുകൊണ്ട് ഇഴയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിപ്പോൾ ഈ റോഡ് പണിയുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പണി ഇവിടെ നടക്കുന്നില്ല. ഇന്നത്തെ ദിവസം തന്നെ വേസ്റ്റ് ആയി പോയി നടക്കുന്നില്ല. ഇവർക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. വാട്ടർ അതോറിറ്റിക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല. 1.5 വർഷമായി ഇവിടുത്തെ ആനേറെ വാസികളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ എപ്പോഴും അവർ 1-2 വശവും അടച്ചിടും. ഹോസ്പിറ്റലിൽ ആളില്ല. ഹോസ്പിറ്റലിൽ പാവപ്പെട്ടൊരു NH ആക്സിഡൻറ്റ് നടന്ന് പെട്ടെന്ന് ലോഡ്സ് ഹോസ്പിറ്റലാണ് വരുന്നത്. അങ്ങനെ വരാൻ പറ്റുന്നില്ല. വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു കോൺട്രാക്ടർ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ കൊടുക്കും. അങ്ങനെ കൊടുത്താണ് ഈ പണി ഇങ്ങനെ ആയത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ കുഴിച്ചിടും എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവില്ല അവർക്ക്. ഈ കമ്പനിക്ക് തന്നെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പമൊക്കെ നേരത്തെ വലിയ വാർത്തയായതാണ്. ഇപ്പോൾ മറ്റൊരു കരാറുകാരന് കൊടുത്തിട്ടും അത് ആവർത്തിക്കപ്പെടും. നമ്മുടെ ഹൈക്കോടതിയിൽ കൊടുത്ത് ലോഡ്സ് ഹോസ്പിറ്റലിൽ ഓർഡർ വാങ്ങിച്ചാണ് ഇവിടെ വലിയ പൈപ്പ് ഉണ്ടായിരുന്നു. കൊടുക്കുന്ന ആ വലിയ പൈപ്പിനെ എടുത്ത് രണ്ടാമത് മുറിച്ച് മാറ്റിയതും കോടതി ഡിസിഷൻ ഓർഡർ കൊടുത്തു. 30 ദിവസത്തിനകത്ത് പണി പൂർത്തീകരിച്ച് ഇതെല്ലാം മാറ്റണമെന്നു. ആ ദിവസങ്ങളിൽ ഇവർ ഇതിനെ രാത്രി വിളിച്ച് വന്ന് കട്ട് ചെയ്തിട്ടിട്ട് പോയതല്ലാതെ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഇതും കോടതി പറഞ്ഞ 5-10 ദിവസത്തിനകത്ത് പണി തീർക്കണമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസമായി. അതല്ല, ഈ നമുക്കറിയാം ഈ ദേശീയപാതയുടെ ഒക്കെ പണി നടക്കുന്നത് കോവിഡ് ടൈമിൽ പോലും പണി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു പണിയില്ല. ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരു വർക്കിംഗ് ഡേ അല്ല. അത് മാത്രമല്ല ഇവർ ഈ കുഴിച്ച മണ്ണ് മുഴുവൻ ഇവിടെ വരുന്ന ഈ ഓടയ്ക്കകത്ത് നിറഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങി. ഇപ്പം തന്നെ ഓട നിറഞ്ഞിട്ടുണ്ട്. അവിടെ ബുദ്ധിമുട്ടുണ്ട്. 2 മഴ നല്ല രീതിയിൽ 2 മഴ പെയ്താൽ അങ്ങ് അറ്റം വരെ വെള്ളം കയറും. ഹോസ്പിറ്റലും വെള്ളം കയറും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള പാവങ്ങളുടെ ഇതെല്ലാം വെള്ളം കയറും. നമുക്ക് ഈ കാൽനട യാത്രക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. ഒരു കാൽനട യാത്രക്കാർക്ക് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഒരു നൂൽപാലമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് ഓടയുടെ ഒരു സൈഡാണ്. അതെ, അവിടെ കാല് തെറ്റി വീഴുന്നത് ഓടയ്ക്കുള്ളിലേക്കാണ്. വലിയ കുഴിയാണ് ഇത്. ഒരാൾ നിലയ്ക്കാത്ത കുഴിയാണ്. അതെ, അവിടെ ഒരു തരത്തിലുള്ള മറവും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ താൽക്കാലികമായി രാത്രിയൊക്കെ ആരെങ്കിലും ഇതുവഴി ഒന്ന് കടന്നു പോകാൻ ശ്രമിച്ചാൽ വലിയ അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ആ കുട്ടികളോട് കൂടി തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പണി നടന്നിട്ടും അവർ ഈ വഴി തന്നെ വരേണ്ടി വരുന്നത് എന്നത് ചോദിക്കാം. ഇവിടെ അടുത്ത് താമസിക്കുന്നവരാണോ? ഞങ്ങളിവിടെ അടുത്ത് ഹോസ്റ്റലിൽ നിൽക്കുക. ഈ വഴിയാണ് ഏറ്റവും സൗകര്യപ്രദം. അല്ലെങ്കിൽ ഒരുപാട് ചുറ്റി കറങ്ങേണ്ടി വരുമായിരിക്കും അല്ലേ? ഇതിപ്പോൾ ഇവിടൊക്കെ വലിയ കുഴിയാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ രാത്രിയോ അങ്ങനെയൊക്കെ വരേണ്ടി വരുന്നവരാണോ ഇതുവഴി? ഞങ്ങൾ രാത്രിയൊക്കെ വരാറുണ്ട്. ജോലി വർക്കിംഗ് ആണോ? അല്ല, പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? അതെ. ഇപ്പോൾ എത്ര നാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? കുറച്ച് നാളായി. അതെ, നേരത്തെയൊക്കെ നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ വാഹനം പോകാനായിട്ട് 2 മാസത്തോളം ആവുന്നുണ്ട്. പക്ഷെ നടന്നു പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടൊക്കെ വലിയ കുഴിയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വീണോ കാല് തെറ്റിയോ പോയാൽ അപകടം ഉണ്ടാകാൻ പറ്റുന്ന തരത്തിൽ അവർ ജസ്റ്റ് ഒരു റിബൺ കെട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായി രാത്രിയൊക്കെ വന്നാൽ ഒരു പക്ഷേ അപകടം ഉണ്ടാകുന്നത്. ഒരുപാട് പേര് നിങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ ഉള്ളവർ ഇതുവഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഇതല്ല, വണ്ടിയിൽ പോകുന്നൊരു കറങ്ങിയാ പോകുന്നത്. വണ്ടി പോയി കൊണ്ടുവരാനും സൈക്കിൾ പോലും പോയില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പൂർത്തീകരിക്കാത്തതിന് നിങ്ങൾക്ക് അമർഷമുണ്ടോ? പ്രശ്നമുണ്ട്. ഇങ്ങനെ പോകുന്നത് ഭയങ്കര പാടാണ്. പെട്ടെന്ന് റെഡിയായ നല്ലത്. പ്രാർത്ഥിക്കാനല്ലാണ്ട് മറ്റൊരു മാർഗ്ഗമില്ല. ഒരുപാട് പേര് നമുക്കറിയാം, ഒരു കാൽനട യാത്രക്കാരൊക്കെ ഇതുവഴി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപകടകരമായ സാഹചര്യമാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മരവോ അല്ലെങ്കിൽ അങ്ങനെ യാത്രക്കാർ ഇവിടെ പണി നടക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറം കാൽനട യാത്രക്കാരെ കരുതി പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നൊരു സാഹചര്യം കൂടി പറയുന്നു. മഴ കനത്താൽ വലിയ ബുദ്ധിമുട്ട് ഇനി ഉണ്ടാകും. ഇവിടെ ഓടകളിലൊക്കെ ഈ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റുകൾ അടിഞ്ഞിട്ടുണ്ട്. അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, ആനേറ ഭാഗത്ത് വലിയ ഒരു മഴ പെയ്ത ഒറ്റ മഴയിൽ ഈ റോഡുകൾ മുഴുവൻ മുങ്ങിയതാണ്. ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം കയറിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ മഴ താന്നതോടുകൂടി അന്ന് ഓടകളിലേക്ക് വെള്ളം ഇറങ്ങി ഏതാണ്ട് 3-4 മണിക്കൂറിനുള്ളിൽ സ്ഥിതി ശാന്തമായി. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഓടകളിലുള്ളിൽ വേസ്റ്റ് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശക്തമായ മഴയുണ്ടായിട്ടുണ്ടെങ്കിൽ
വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകും എന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ പണി സമയബന്ധിതമായി പൂർത്തിയാക്കണം. ജലസേചന വകുപ്പ് ആണ് കാര്യങ്ങൾ നോക്കേണ്ടത്. കോടതി കയറിയ വിഷയമാണ്. പക്ഷേ അപ്പോൾ പോലും മെല്ലെപ്പോക്കാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഹോസ്പിറ്റൽ അധികൃതർ ഉൾപ്പെടെ ഇതിന്റെ നിയമ നടപടികളുമായി പോയിട്ടും ഈ പണി വേഗത്തിലാകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നിയമ നടപടിക്ക് വേണമെങ്കിൽ അതിന് തയ്യാറായി നിൽക്കുകയാണ് അവരൊക്കെ. നമുക്ക് മറ്റു വഴികളിലെ സാഹചര്യങ്ങൾ കൂടി നോക്കണം. താമസിക്കുന്ന ആളാണോ? അല്ല, ഈ ഇങ്ങനെ റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായല്ലോ. 2 വർഷമാകാൻ പോണു. തുടക്കത്തിലെ ഇവരിവിടെ വന്ന് ഇവരെ പ്ലാനും പദ്ധതിയും കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് കടയും വീടുമാണ് ഉപകരിക്കണേണ്ട. അപ്പോഴേ തുടക്കത്തിൽ പറഞ്ഞു ഇതിപ്പോൾ 3ാമത്തെ കൺട്രാക്ട് വരാൻ പോകണമെന്ന് പറയുന്നു. 2 കൺട്രാക്ട്, ആദ്യത്തെ കൺട്രാക്ട് പണി ചെയ്ത് മുറിച്ച് വാരി കൂട്ടി വയ്ക്കണം. 2ാമത്തെ കൺട്രാക്ട് വന്നും മുറിച്ച് വാരി കൂട്ടിയിട്ടുണ്ട്. 3ാമത്തെ കൺട്രാക്ട് ഇനി വരാൻ പോകണമെന്ന് പറയുന്നു. ആകെ ദുരന്തത്തിൽ കിടക്കണം. ഒരു നടന്നു പോകാനുള്ള ഒരു പാത കിട്ടിയാൽ മതിയായിരുന്നു കേട്ടാ. കടയിലൊന്നും ആരും വരുന്നില്ലല്ലേ? കടയിൽ എങ്ങനെ വരണത്? വലിയ ബുദ്ധിമുട്ടി തന്നെ. നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? സ്വിഗ്ഗിക്കാരൻ ഒക്കെ വന്നിട്ട് തിരിച്ചു പോവാണ്. കാരണം പലർക്കും എളുപ്പം പോകാൻ പറ്റുന്ന വഴിയാണ്. ഇങ്ങനെ അങ്ങ് പോവാം, പകലേ ഇങ്ങനെ അങ്ങ് പോവാം. ഇത്തിരി ഒന്ന് ഇരുട്ടി കഴിഞ്ഞുള്ള സ്ഥിതിയാണ്. സ്മാരകങ്ങൾ ഒരുപാട് വരായിരുന്നാ കൊള്ളാം, അത്രേ പറയാവുള്ളൂ. അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കൂടിയാണ് പറയുന്നത്. നമുക്ക് വാഹനം ഇടയ്ക്ക് കയറ്റി വിട്ടുകൊണ്ട് ഇവിടെ കുഴിയെടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നല്ല ആഴത്തിലുള്ള കുഴികളാണ്. ഈ വലിയ പൈപ്പുകൾ കുഴിച്ചിടാനുള്ള കുഴികളായതുകൊണ്ട് തന്നെ അത്രത്തോളം ആഴമുണ്ട് അതിന്. അവിടെ ഇപ്പോൾ വെള്ളം കൂടി കയറി ഇങ്ങനെ കിടക്കുമ്പോൾ അതിന് എത്ര ആഴമുണ്ടെന്ന് അറിയത്തില്ല. രാത്രിയോ മറ്റോ ഒക്കെ ആളുകൾ കാല് തെറ്റി വീണോ മറ്റോ അപകടങ്ങൾ ഉണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്കുള്ളത്. നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ ഇതുവഴിയെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ വികസനം വരണം, ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. അപ്പോൾ പോലും ആ പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ജനങ്ങളെ ഇങ്ങനെ വലയ്ക്കരുത്. അവരിപ്പോൾ മഴ പെയ്താൽ പേടിയാണ്, വെള്ളക്കെട്ടിൻ്റെ പേടിയാണ്. ഈ ഉപജീവന മാർഗമായ കൊച്ചു കടകൾ കൊണ്ട് നടക്കുന്നവർക്ക് അവരുടെ വരുമാന മാർഗം മുട്ടിയ അവസ്ഥയാണ്. മറ്റുള്ളവർക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയാണ്. ഒരു അത്യാഹിതമുണ്ടായാൽ പെട്ടെന്നൊരു വാഹനം പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് വെച്ചാൽ അതുപോലും പറ്റാത്ത അവസ്ഥയാണ്. ചുറ്റിക്കറങ്ങി അവിടെ എത്തേണ്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. നമ്മളെ കാര്യം ആകെ കഷ്ടത്തിലാവും. നമുക്ക് ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ. എനിക്കുള്ളത് എനിക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു പ്രതിനിധി കണ്ട് തരണം. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെടുന്നു. ഓക്കെ, എന്തായാലും ദാ ഈ ഓട നടന്നു നടക്കുന്നതിൻ്റെ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഒരൊറ്റ മഴയാണ്, വേനൽ മഴ ദാ ഇപ്പോൾ പെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു മഴ പെയ്തതാണ്. ആ ഒറ്റ മഴയിൽ തന്നെ ഈ ഓട നിറഞ്ഞിട്ടുണ്ട്. നിറയെ വേസ്റ്റുകളാണ്. അപ്പോൾ അത് ശുചീകരണം ഉൾപ്പെടെയുള്ള പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒറ്റ മഴ ഇത്രയാക്കിയെങ്കിൽ അടുത്തൊരു മഴയിൽ ഇവിടെ വെള്ളം കെട്ടും എന്ന പേടി കൂടി അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഇതുവഴിയുള്ള പോക്ക് നടക്കില്ല. അപ്പോൾ ഓഫീസിൽ പോകാൻ നമുക്ക് ഇനി അടുത്ത മാർഗം തേടാം. ഇതുവഴി നമ്മൾ വന്ന വഴി തിരിച്ചു പോയിട്ട് ബൈപ്പാസിൽ കയറാനുള്ളൊരു വഴിയുണ്ട്. അതുവഴി നമുക്ക് പോയി നോക്കാം. ആ വഴിയിലെ പ്രശ്നം ഇതാണ്. വളരെ സീരിയസ് ആണ്. ആളുകളുടെ ബുദ്ധിമുട്ട് കുറേ മാസങ്ങളായി അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് ഈ CNGയുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്. അത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ കോർപ്പറേഷൻ പരിധിയിൽ ആകെ ഇപ്പോൾ തകൃതിയായി നടന്നു വരികയാണ്. പക്ഷേ ഇവിടങ്ങളിൽ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരു കൂട്ടർ വന്നത് ഈ റോഡൊക്കെ കുഴിച്ചു പറിച്ചു പോയി. പക്ഷേ ഇവിടെ വരെ എത്തിയപ്പോൾ ഈ പണി നിന്നിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ റോഡ് പൊളിച്ചിടുകയും ചെയ്തു. ബാക്കി ഇങ്ങോട്ടുള്ള പണികൾ മുടങ്ങിക്കിടക്കുകയാണ്. 3-4 സബ് കോൺട്രാക്റ്റുകൾ CNGയുടെ വർക്കുമായി ബന്ധപ്പെട്ടും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരെ ഓരോ കമ്പനികൾ ഏറ്റെടുത്താണ് ആ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചിലരുടെ വർക്കുകൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്, ചിലത് പിന്നിലാണ്. അപ്പോൾ പകുതി വഴിയിലെത്തി ഇങ്ങനെ കിടക്കുകയാണ് പലയിടങ്ങളിലും പണി. ഈ മഴ കൂടി പെയ്തതോടെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. പലയിടത്തും വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഈ CNG വർക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ റോഡ് ആകെ വെട്ടിപ്പൊളിച്ചത്. ഇപ്പോൾ ഒരുപാട് നാളായില്ല ഈ റോഡ് ടാർ ചെയ്തിട്ട്. പക്ഷേ അതിനുശേഷമാണ് CNGയുടെ വർക്ക് നടന്നത്. അപ്പോൾ ആ വർക്കിന് വേണ്ടി ഈ ഭാഗങ്ങളിലൊക്കെ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് റോഡിൽ പണികളൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ കേബിൾ ഇടുന്നതുള്ള അങ്ങനെയുള്ള പണികളൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇതാ നമുക്ക് ഈ കാണാം, ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്ന ഇവിടെ മുതൽ അങ്ങോട്ടാണ് അതിൻ്റെ പണി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ നടുക്ക് ഭാഗമാണ് റോഡിൻ്റെ അവർ കുഴിയെടുത്തത്. അത് അതുപോലെ തന്നെ കിടക്കുകയാണ്. വാഹനങ്ങൾക്ക് 2 വീലറിനൊന്നും പോകാൻ പറ്റാത്ത, ഓട ഏതാണ് റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ
കിടക്കുകയാണ്. അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായാൽ മാത്രമേ ഇത് ടാർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പണി കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇടയ്ക്ക് കുറേ ഭാഗം ഇനിയും പണി നടക്കാനുണ്ട്. അത്ര വലിയ റോഡൊന്നുമല്ല, പക്ഷേ ചെറിയ റോഡാണ്. അപ്പോൾ അതിനുള്ളിലാണ് ഈ പണി വന്നിട്ട് ഇത്രയും വലിയ ഗട്ടറൊക്കെ കിടക്കുന്നത്. നടുക്കാണ്. 2 വീലറൊക്കെ ആണെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒറ്റ മഴയിൽ തന്നെ ചെളി കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റോഡിലാകെ മൊത്തം ഇവിടെ കുഴിയെടുത്തിട്ടാണ് ഈ പണിയൊക്കെ നടത്തിയത്. നമുക്ക് ഈ CNGയുടെ പണി ഇങ്ങനെ നീണ്ടുപോയിരിക്കുകയാണ്. അതാ ഇവിടെ ഇപ്പോൾ കാണാം, അവിടെ കുറച്ച് പണി ഇപ്പോഴും നടക്കുന്നുണ്ട്. മഴയത്തും അവർ പണി ചെയ്യുന്നതാണ് കാണുന്നത്. അവിടെ റോഡ് ക്ലോസ് ചെയ്യുകയാണ്. മഴയിലുണ്ടായ പ്രശ്നങ്ങൾ കൂടി വെച്ചിട്ടുള്ള പണികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവരോടൊന്ന് അന്വേഷിക്കാം, എന്താ സംഭവം എന്ന് അന്വേഷിക്കാം. CNGയുടെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ. പക്ഷേ ഗ്യാസിൻ്റെ പണിയാണ്. ഈ മഴയത്തും തകൃതിയായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. ചേട്ടാ, ഇത് CNGയുടെ തന്നെ അല്ലേ? ആ, മഴയായിട്ട് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ? മറ്റിടത്തൊന്നും പണി നടക്കുന്നില്ല? ഉണ്ടോ? ആ, ഇത് ഇപ്പോൾ കേബിൾ കുഴിച്ചിടുന്ന പണിയാണോ നടക്കുന്നത്? എന്താ പൈപ്പ് കുഴിച്ചിടുന്ന? ആ, ഓക്കെ ഓക്കെ. ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്കുള്ളതാണ് അല്ലേ? ആ ഹാ, ഓക്കെ. എല്ലായിടത്തും ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണോ? ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതുവഴി അങ്ങോട്ട് പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ തിരിഞ്ഞ് മറ്റൊരു വഴി കൂടി പോയി നോക്കാം. CNGയുടെ പണി അപ്പോൾ മഴയത്തും മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ CNGയുടെ പണിക്ക് വേണ്ടി എടുത്തിട്ട റോഡ് കുഴിച്ചത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ റോഡ് അങ്ങോട്ട് നോക്കുമ്പോൾ ആ സൈഡ് മുഴുവൻ CNGയുടെ പണിക്കായിട്ട് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത കുഴികളാണ്. അതിൻ്റെ ആ കേബിളൊക്കെ കുഴിച്ചിട്ട് പൈപ്പൊക്കെ കുഴിച്ചിട്ട വഴിയാണ്. ഈ മറ്റു വണ്ടികൾക്കൊക്കെ വഴിയും കൊടുത്തിട്ട് ഓഫീസിലെത്തുമ്പോൾ എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര. ഒരു ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഓടകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈപ്പാസ് റോഡിലേക്ക്, അതിൻ്റെ സർവീസ് റോഡിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അവിടെ എല്ലാം റോഡും ഓടയൊക്കെ പൊളിച്ചിട്ടിരിക്കുക. ഈ ഓടയിൽ കണ്ടോ, അതിൻ്റെ സ്ലാബ് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവർക്ക് പണി തീർന്നെങ്കിൽ അത് കവർ ചെയ്തിട്ടിട്ടെങ്കിലും പോവാം. മറ്റേ രാത്രിയൊക്കെ ആരെങ്കിലും വീണോ വല്ലോ അപകടവും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് വാരി വലിച്ചിട്ടിട്ട് അവർ ജോലി മതിയാക്കി പോയിട്ടുണ്ട്. ഇവിടുത്തെ കേബിളിൻ്റെ വർക്കൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ടാർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അതും വൈകുകയാണ്. അപ്പം മഴ വരുമ്പോൾ ആളുകളെ വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും ബൈപ്പാസിൻ്റെ അടുത്ത് എത്താറായി. ബൈപ്പാസിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഇന്നലെയൊക്കെ ഈ ഡ്രെയിനേജിൻ്റെ ഭാഗമായിട്ടുള്ള പണി ബൈപ്പാസിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇന്ന് അത് ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ റോഡ് യാത്രയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ക്രമീകരിച്ചുകൊണ്ടാണ് ഇന്നലെ ആ ബൈപ്പാസിൽ ക്രോസ് ചെയ്യുന്ന പണി, ഡ്രെയിനേജിൻ്റെ പണി നടത്തിയത്. നമ്മൾ നേരത്തെ കണ്ട ലോർഡ്സ് ഹോസ്പിറ്റലിന് മുന്നിലെ പണി നടക്കുന്ന ആ റോഡാണിത്. അതിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത്, ബൈപ്പാസിനോട് ചേർന്ന ഭാഗം. ഇവിടെ ഈ റോഡ് മുറിച്ച് ഇതിൻ്റെ പണികൾ നടന്നിരുന്നു. പക്ഷെ അത് വളരെ വേഗം പൂർത്തിയാക്കി റോഡ് ടാർ ചെയ്യുക വരെ ചെയ്തു. നമുക്കറിയാം ദേശീയപാതയുടെ ഭാഗമാണ്. അവിടെ ഈ റോഡ് ഇവിടെ ഇത്രയും ഭാഗം മുറിച്ച് അവിടെ നിന്ന് വലിയ പൈപ്പിട്ട് ആ പണി വളരെ വേഗത്തിലാണ് പൂർത്തിയാക്കിയത്. ആ റോഡ് ടാറിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അത് വളരെ വേഗം പൂർത്തിയാക്കി. പക്ഷേ ഇവിടെ സാധാരണക്കാർ നടന്നു പോകുന്ന, അവരെ അഫക്റ്റ് ചെയ്യുന്ന ഈ പണിയാണ് മുടങ്ങിയിരിക്കുന്നത്. അവിടെ ഇന്ന് പണി നടക്കുന്നില്ല. ഈ യാത്രക്കാർ, കാൽനടക്കാരൊക്കെ ഈ രീതിയിൽ ബുദ്ധിമുട്ടി പോകുന്നു. അത് തന്നെയാണ് ഇവരും പറയുന്നത്. എന്തുകൊണ്ട് ഈ പണി നടക്കുന്ന വേഗത്തിൽ ഇവിടുത്തെ പണികൾ നടക്കുന്നില്ല? ഇവിടെ മാസങ്ങളോളം അല്ലെങ്കിൽ 2 വർഷത്തെ ബുദ്ധിമുട്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. മറ്റ് ദേശീയപാതയിലെ പണി നടന്ന വേഗത്തിൽ എന്തുകൊണ്ട് ഇവിടെ പണി നടക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു പണിയും നടക്കുന്നില്ല. ഇത്രയും ബുദ്ധിമുട്ടിൽ ആളുകൾ കഴിയുകയാണ്. പക്ഷേ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പണിയെങ്കിലും വളരെ വേഗം പൂർത്തിയാക്കി അവിടെ ടാറിട്ട് വരെ ആ റോഡ് നന്നാക്കിയിട്ടുണ്ട് വളരെ വേഗത്തിലെന്നുള്ളത്. മറ്റ് യാത്രക്കാരെ ആരെയും അത് ബുദ്ധിമുട്ടിക്കില്ല. ദേശീയപാത ആയതുകൊണ്ടാകണം, ബൈപ്പാസിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ വളരെ വേഗം പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സർവീസ് റോഡിൽ കുറച്ച് വെള്ളക്കെട്ടുണ്ട്. അത് ഈ പണിയുടെ ഭാഗമായിട്ട് വന്നതാണ്. നേരത്തെ അവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല.
അവിടെ പണി കഴിഞ്ഞിട്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന റോഡും ഇപ്പോൾ താറിട്ടതും തമ്മിലുള്ള വ്യത്യാസം വന്നിടത്താണ് ആ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ബാക്കി പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇവിടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വേഗത്തിൽ അവിടെയും കൂടി പണി നടന്ന ഈ ആളുകളുടെ വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ആനേറ നിവാസികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടത്. വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോഴും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഈ പണി നടക്കണമെന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ മാസങ്ങളായി പണി മുടങ്ങിക്കിടക്കുന്നു. കോൺട്രാക്ടർമാരെ മാറ്റി ജലവിഭവ വകുപ്പ് പരീക്ഷണം നടത്തുന്നു തുടങ്ങിയ പരാതികളാണ്. ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഡ്രെയിനേജിൻ്റെ പണിയും ഗ്യാസിൻ്റെ പണിയും CNGയുടെ പണിയും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം. അത് ജനങ്ങളെ വലയ്ക്കാതെ വേണം. ഇനിയിപ്പോൾ മഴക്കാലമാണ്, ആ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പണികൾ പൂർത്തീകരിക്കണമെന്നതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഈ അവസ്ഥ മാറണം. ഒരു അപകടം ഉണ്ടാകാൻ വരെ കാത്തിരിക്കരുത്. കൃത്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കുക. ആളുകൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് നമുക്കും ചൂണ്ടിക്കാട്ടാനുള്ളത്.